ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് പുറത്തുനിന്നൊക്കെ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങുന്ന ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മുട്ടയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് കളർ കൂടിയതും ഒക്കെ കാണും. അപ്പം ഞാനിതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പൊടിക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ ബട്ടറാണ്. അപ്പം ഞാനിത് മെൽറ്റ് ചെയ്യാതാണ് ചേർത്തത്. നിങ്ങൾ മെൽറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ടത് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് അളവിൽ പാലാണ്. അത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 കപ്പ് അളവിൽ മൈദയാണ്. അപ്പോൾ മൈദയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് ചേർക്കേണ്ടത്. അപ്പം നമ്മൾ ചേർക്കുന്ന കൊക്കോ പൗഡറും ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഒക്കെ കളർ അനുസരിച്ചിരിക്കും നമ്മളുടെ കേക്കിൻ്റെ കളറും. നമ്മൾ നല്ല കളറുള്ള ഡാർക്ക് കോമ്പൗണ്ടും കൊക്കോ പൗഡറും ഒക്കെയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രൗണി നല്ല കളറിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഞാനിപ്പോൾ ചെയ്തതുപോലെ ഓരോന്ന് വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു ഫോർക്കോ വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തേച്ചാൽ മതി. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കേക്കിൻ്റെ പോലൊക്കെ അത്ര ലൂസ് കൺസിസ്റ്റൻസി വേണ്ട, ഇതുപോലെ തിക്കായിട്ട് മതി. ഇനിയിപ്പോൾ എന്താ ഇവിടെ ഞാനൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പറൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്പാച്ചിൽ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇച്ചിരി തിക്കായ നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോഴത്തേക്ക് അത് എല്ലാ ഭാഗത്തേക്കും അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. ഇനി ഇതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ചോക്കോ ചിപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഡാർക്ക് കോമ്പൗണ്ടോ ഇച്ചിരി ഒരു വലിയ പീസായിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നമുക്കിനിയിപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം ഞാൻ ഓവനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ നമുക്ക് ഒരു ചൂടുകട്ടിയുള്ള പാത്രത്തിലാണെങ്കിലും വെച്ചാൽ മതി. ഇപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ പ്രിപ്പയർ ആയി വന്നിട്ടുണ്ട്. എനിക്ക് ഓവനിൽ 15 മിനിറ്റ് ടൈമേ ആയുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മുകൾ ഭാഗമൊക്കെ നല്ല ആ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ അതിൻ്റെ കളറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് പീസ് കട്ട് ചെയ്ത് കാണുമ്പോഴും നിങ്ങൾക്കറിയാം നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുന്നത്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അധികം ടൈമൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ. ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.